നമ്മൾ കഴിഞ്ഞ അധ്യായത്തില് ജ്ഞാനപ്പാന എന്ന ചെറു ഗ്രന്ഥത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചത്. ഒരു തവണ ജ്ഞാനപ്പാന വായിച്ച് പാരായണം ചെയ്തു. ഇനി അത് എഴുതിയ പൂന്താനം തിരുമേനിയെ കുറിച്ച് ഇന്ന് ഒരു ചെറിയ വിവരണം തരാം. പൂന്താനം തിരുമേനി വളരെ അധികം ഭക്തിയോടുകൂടി ഗുരുവായൂരപ്പനെ ഭജിച്ച് വന്നിരുന്ന ഒരു പരമഭക്തനായ ഒരു തിരുമേനിയായിരുന്നു. അദ്ദേഹത്തിന് കുട്ടികളില്ലാത്ത ദുഃഖം കാരണം വളരെ നാളുകൾ ഭഗവാന് ഭജനമിരിക്കുകയും ഭഗവാന് വഴിപാടുകൾ നടത്തുകയും ഭഗവാനെ തൊഴുകയെല്ലാം ചെയ്ത് അദ്ദേഹത്തിന് ഒരു ഉണ്ണി പിറന്നു. ആ ഉണ്ണി പിറന്ന് ആ സന്തോഷത്തിൽ അദ്ദേഹം വളരെയധികം ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി ഉണ്ണിയുടെ ചോറൂണ് നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ ചോറൂണ് നടത്തുന്ന അന്ന് രാവിലെ ഉണ്ണിയെ ഒരിടത്ത് ഉറക്കിക്കിടത്തി, തിരക്കായതുകൊണ്ട് ഉണ്ണിയെ ഒരിടത്ത് ഒരു പായയിൽ ഉറക്കിക്കിടത്തിയിട്ട് ഉണ്ണിയുടെ അമ്മ അടുക്കള കാര്യങ്ങളിലേക്ക് നീങ്ങി. വരുന്നവര് ഉണ്ണിയെ കണ്ടതിന് ശേഷം ആരോ ഒരാള് ഒരാളുടെ ഉത്തരീയം ഈ ഉണ്ണിയുടെ മുഖത്ത് വീണു. ഇതാരും ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞ് വന്നവര് ഈ തുണി പറിച്ചിട്ടതാണെന്ന് ഓർത്ത് അതിന്റെ മുകളിലോട്ട് തന്നെ അവര് വന്ന തുണികൾ പറിച്ച് ഇട്ടതിന് ശേഷം വേറെ ഡ്രസ്സ് മാറി ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പണ്ടത്തെ കാലത്ത് കട്ടിലും അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരും നിലത്താണ് പായ വിരിച്ചാണ് കുഞ്ഞുങ്ങളെയൊക്കെ കിടത്തുന്നത്. അങ്ങനെ ഈ ഊണിന്റെ സമയം, ചോറൂണിന്റെ സമയമായപ്പോഴേക്കിന് കുഞ്ഞിനെ എടുത്തോണ്ട് ചെല്ലാൻ വേണ്ടി തിരുമേനിയുടെ ഭാര്യ വരുമ്പോഴേക്കിന് ഈ കുഞ്ഞ് ഈ ശ്വാസം മുട്ടി ഈ തുണിയുടെ എല്ലാ ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ വളരെയധികം ദുഃഖിതനായി തീർന്ന പൂന്താനം ഭഗവാന്റെ അടുത്ത് വന്ന് ഭജനം ഇരിക്കുകയാണ്. ഭഗവാന്റെ അടുത്ത് വളരെ ദുഃഖിതൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെ ഒരു ഉണ്ണിയായിരുന്നു. ആ ഉണ്ണിയെ ഒന്ന് താലോലിച്ച് വളർത്താനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല. അങ്ങനെ അദ്ദേഹം ഭഗവാന്റെ അടുത്ത് വന്ന് ഭജനമിരുന്ന് ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ആ മനസ്സിലുണ്ടായ വിഷമത്തിൽ നിന്നും മോചനം നേടുന്നതിന് വേണ്ടി അദ്ദേഹം എഴുതിയ കൃതിയാണ് ഇന്നലെ നമ്മൾ പാരായണം ചെയ്ത ജ്ഞാനപ്പാന എന്ന കൃതി. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ നാരായണീയം എഴുതിയ പട്ടതിരിപ്പാടും ഭജനമിരിക്കുന്നുണ്ട്. അങ്ങനെ പട്ടതിരിപ്പാട് ഭജനമിരിക്കുന്ന പട്ടതിരിപ്പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രഗത്ഭനായ സംസ്കൃത പണ്ഡിതനാണ്. അദ്ദേഹം ഭജനമിരിക്കുന്നു എന്നറിഞ്ഞ് ഈ ജ്ഞാനപ്പാന എഴുതി തീർത്തതിന് ശേഷം പൂന്താനം വളരെ വിനയത്തോടുകൂടി അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലും. അടുത്ത് എന്ന് പറയും, അങ്ങ് ഈ എളിയ കൃതി, ഇത് ജ്ഞാനപ്പാന എഴുതിയിരിക്കുന്ന ശുദ്ധ മലയാളത്തിലാണ്. അപ്പൊ ഈ എളിയ കൃതിയിലെ തെറ്റൊക്കെ ഒന്ന് തിരുത്തി തരുവോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുകയില്ല. കാരണം അദ്ദേഹം വലിയ പണ്ഡിതനല്ലേ. ആ പണ്ഡിതനായതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ചെറിയ കൃതിയൊന്നും തിരുത്താനുള്ള ഒരു മാനസികാവസ്ഥയല്ല. അദ്ദേഹം നിൽക്കുന്ന ലെവലും പൂന്താനം നിൽക്കുന്ന ലെവലും തമ്മിൽ ഒത്തിരി അന്തരമുണ്ട്. അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പട്ടതിരിപ്പാട് ഭജന വരുന്ന പട്ടതിരിപ്പാടിന്റെ വാതരോഗം ഗുരുവായൂരപ്പൻ മാറ്റി കൊടുക്കും. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് രാത്രി ഗുരുവായൂരപ്പന് പൂന്താനത്തിന് വളരെയധികം സങ്കടമായി പോയി. പൂന്താനം പോയിരുന്ന് ഭഗവാനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഇരുന്ന സന്ദർഭത്തിനുള്ള ഈ പട്ടതിരിയുടെ ആ തളർന്നു പോയ കൈ വീണ്ടും തളർന്നു പോവുകയാണ് ആ രാത്രിയില്. അങ്ങനെ തളർന്നു പോയിക്കൊണ്ട് ഇതെന്താ ഇതിന്റെ ഭഗവാനെ, വീണ്ടും എന്റെ കൈ തളർന്നു പോയല്ലോ എന്ന് പറഞ്ഞ് ഭഗവാന്റെ വിഗ്രഹത്തിന്റെ അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പോ ഭഗവാന് അശരീരി കേൾക്കും. നീ എന്റെ ഭക്തനെ വിഷമിപ്പിച്ചില്ലേ? നിന്റെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പൂന്താനത്തിന്റെ ഭക്തിയാണ്. അതുകൊണ്ട് നാളെ തന്നെ അത് നോക്കി തെറ്റുതിരുത്തി കൊടുക്കണം. പിറ്റേ ദിവസം ഉണ്ടല്ലോ പൂന്താനത്തിന്റെ പൂന്താനത്തിന്റെ അടുത്തേക്ക് ഭട്ടതിരി എത്തുകയാണ്. അന്നേരത്തേന് പൂന്താനത്തിന് ഭയങ്കര സന്തോഷം. അത് കണ്ടുകൊണ്ട് ഓടി ചെന്ന് തിരുമേനിയെ സ്വീകരിച്ചു കൊണ്ടിരുത്തി ആദ്യ മര്യാദകളെല്ലാം ചെയ്ത് ചോദിക്കും, എന്താണിത്? അന്നേരം പറയും, ഭഗവാൻ നേരിട്ട് വന്നിട്ട് തിരുത്തണമെന്ന് പറഞ്ഞ് അങ്ങനെ ഭഗവാന്റെ ആജ്ഞപ്രകാരം സംസ്കൃത പണ്ഡിതനായ ഭട്ടതിരി
തിരുത്തിക്കൊടുത്ത് കറക്റ്റ് ചെയ്ത് കൊടുത്ത ഒരു കൃതിയാണ് ജ്ഞാനപ്പാന. ആ കൃതിക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഭഗവാൻ നേരിട്ട് അതിൽ ഇടപെട്ട ഒരു കൃതിയാണിത്. ഇതുപോലെ തന്നെ അതിനുശേഷം പൂന്താനം വളരെ ഭക്തിയോടുകൂടി എല്ലാ മാസവും ഗുരുവായൂരപ്പനെ പോയി തൊഴുകയും അങ്ങനെ എല്ലാ മാസങ്ങളിലും പൂന്താനം ഇങ്ങനെ ഗുരുവായൂരപ്പനെ പോയി അങ്ങനെ തൊഴുത് അവസാന കാലമായപ്പോഴേക്കിന് ഒരു ദിവസം പട്ടതിരി പറയും, പൂന്താനം പറയും, ഇന്ന് ഗുരുവായൂരപ്പൻ ഇവിടെ വരും, നിങ്ങളെല്ലാവരും ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി നോക്കി നിൽക്കണം, ഭഗവാൻ ഇന്ന് ഇവിടെ വരും എന്ന് പറയും. പക്ഷെ വീട്ടിലുള്ള ആരും ഭട്ടതിരിയുടെ പ്രായം കൊണ്ടുള്ള ജൽപ്പനങ്ങളാണെന്ന് വിചാരിച്ച ആരും തന്നെ അതിന് ശ്രദ്ധ കൊടുത്തില്ല. പക്ഷെ പൂന്താനത്തിന്റെ ഒരു ബാല്യക്കാരി മാത്രം അതിൽ ശ്രദ്ധിച്ചു. പൂന്താനം പറയുന്ന ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി അവര് മാത്രം ആ സമയത്ത് ആ സ്ഥലത്ത് വന്നു. പൂന്താനത്തിനെ ഭഗവാൻ നേരിട്ട് പൂന്താനത്തിന്റെ ശരീരത്തോടുകൂടി വിഷ്ണു ലോകത്തേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അവിടെ ശരീരം പോലും ഉണ്ടായിരുന്നില്ല. ഇത് കാണാൻ ഭാഗ്യം കിട്ടിയത് ആ ബാല്യക്കാരിക്ക് മാത്രമാണ്. അങ്ങനെയാണ് ആ മഹാഭക്തനായ പൂന്താനത്തിന്റെ കഥ. അത്ര ഭക്തിയോടുകൂടി, ഭഗവാനോടുള്ള അദമ്യമായ ഭക്തിയോടുകൂടി പൂന്താനം രചിച്ച കൃതിയാണ് ജ്ഞാനപ്പാന. ഒന്നുകൂടി നമ്മൾ ഈ ജ്ഞാനപ്പാന അതിന്റെ ഓരോ ഭാഗത്തിന്റെയും അർത്ഥം മനസ്സിലാകുന്ന രീതിയിൽ ഇവിടെ പ്രതിപാദിക്കുകയാണ്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ആദ്യം മംഗളാചരണമാണ്. മംഗളാചരണം എന്ന് പറഞ്ഞാൽ നമ്മള് അതായത് ഒരു പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് എല്ലാം മംഗളമായിരിക്കാൻ ഗുരുനാഥനോട് അപേക്ഷിക്കുന്നത്. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. അതായത് ഗുരുനാഥനോട് അഭ്യർത്ഥിക്കുകയാണ്, ഗുരുനാഥന് തുണ ചെയ്യണം. എന്തിനു വേണ്ടി? നമ്മുടെ ഈശ്വരന്റെ തിരുനാമങ്ങൾ എപ്പോഴും നമ്മുടെ നാവിൽ ഇങ്ങനെ നാരായണ നാരായണ നാരായണ. ചില പ്രായമുള്ള സ്ത്രീകള് അച്ഛന്മാരും ഒക്കെ ജപിക്കുന്ന കേട്ടില്ലേ, നാരായണ 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 എപ്പോഴും അവർ ജപിച്ചുകൊണ്ടിരിക്കും. അവരുടെ ഏത് ഒച്ചയിലും ഇതിലും എല്ലാം നാരായണ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അതുപോലെ നാരായണ മന്ത്രം ഇങ്ങനെ നമ്മുടെ നാക്കിൽ പിരിയാതെ ഇരിക്കണമെന്ന്. അങ്ങനെ നമ്മുടെ നരജന്മം, ഈ മനുഷ്യജന്മം സഫലമായി തീരാൻ വേണ്ടിയിട്ട് നമ്മുടെ നാവില് നാരായണ മന്ത്രം പിരിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഗുരുനാഥൻ തുണ ചെയ്യണമെന്നാണ് ആദ്യത്തെ പ്രാർത്ഥന. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമായി തീരുവാൻ. ഇനി അടുത്തത് കാലലീല. ഈ കാലത്തിന്റെ ലീലകളെ കുറിച്ച് വർണ്ണിക്കുകയാണ്. ഈ കാലം എന്ന് പറഞ്ഞാൽ ഇത് കലികാലമാണ്. ആ കാലത്തിന്റെ ലീലകളെ കുറിച്ചാണ് അടുത്ത ഇതിൽ വർണ്ണിക്കുന്നത്. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. നമ്മളെല്ലാവരും വളരെ ഇതായിട്ട് നമ്മളാണ് ഈ ലോകത്തിലെ ഏറ്റവും മഹാന്മാരല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഏറ്റവും ഇത് എന്ന് പറഞ്ഞാണ് ഓരോ ദിവസവും ചെയ്യുന്നത്. അങ്ങനെയല്ല, ഇന്നലെയോളം എന്തായിരുന്നെന്ന് അറിയില്ല, ഇനി നാളെ വരാനിരിക്കുന്നതും എന്താണെന്ന് അറിയില്ല. ഇന്നി കണ്ട തടിക്കു വിനാശവും ഇന്ന നേരവും ഏതും അറിയില്ല.
രാവിലെ ഒരാള് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നയാള് വൈകിട്ട് തിരിച്ചു വരുമെന്നൊന്നും ഇന്നത്തെ കാലത്ത് നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല. കാരണം വന്നാ വന്നു, വന്നില്ലേ വന്നില്ല, അതുപോലത്തെ കാലഘട്ടമാണിത്. ഇന്നി കണ്ട തടിക്ക്, അതായത് നമ്മുടെ ശരീരത്തിന് വിനാശവും ഏത് നേരത്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. അറിയില്ലേ, ഇന്നലെ വരെ സന്ധ്യക്ക് വരെ കണ്ട ഒരാളെ ഇന്ന് നേരം വെളുക്കുമ്പോൾ ചിലപ്പോൾ അവര് മരിച്ചു എന്നായിരിക്കും അറിയുന്നത്. അതുപോലത്തെ കാലമാണ് ഈ കലിയുഗം. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ട് ഒരാളെ വലിയ കോടിപതിയൊക്കെ ആക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അതുപോലെ തന്നെ വലിയ കോടികളും ആസ്തികളും ഉള്ള ആൾക്കാരെ വളരെയധികം പാപ്പരായിട്ട് തീരുന്ന അവസ്ഥയെ നമ്മളിപ്പോ കാണുന്നുണ്ട്. ഇതെല്ലാം ഭഗവാന്റെ ഓരോ ലീലകളാണ്. അതാണ് കാലലീല. ഈ കാലത്തിന്റെ കലിയുഗത്തിൽ ഭഗവാൻ ആടുന്ന ഓരോ ലീലകളാണ്. ഇന്ന് ഈ കാലത്ത് നമ്മള് ഏറ്റവും കൂടുതൽ കാണുന്ന കാര്യങ്ങളാണ് അന്ന് ജ്ഞാനപ്പാനയിലൂടെ വളരെ അർത്ഥവത്തായി തിരുമേനി എഴുതി വെച്ചിരിക്കുന്നത്. അധികാരി ഭേദം. അധികാരി ഭേദം എന്ന് പറഞ്ഞാല് നമുക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളിലും അധികാരം കിട്ടിക്കഴിഞ്ഞാല് അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. കണ്ടാലൊട്ടറിയുന്നു ചിലരിതു കണ്ടാലും തിരിയാ ചിലർക്കേതുമേ. അതായത് നമ്മൾ ഒരിക്കൽ കണ്ട് വലിയ സൗഹാർദ്ദത്തിൽ കഴിഞ്ഞവരൊക്കെ ചിലപ്പോൾ കുറെ പൈസയും കുറെ ആർഭാടങ്ങളും ആയി കഴിയുമ്പോൾ കണ്ടാൽ തിരിച്ചറിയ പോലുമില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടറിയുന്നിതു ചിലർ. എല്ലാം ഇതൊന്നും സത്യമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിനു വിശേഷമുണ്ടോർക്കണം. മനുജാതിയിൽ, അതായത് മനുഷ്യജാതിയിൽ തന്നെ ഓരോരുത്തരുടെയും മനസ്സിന് ഓരോ വിശേഷങ്ങളാണ്. എല്ലാവരും ഒരുപോലെയല്ല. എല്ലാവരും വ്യത്യസ്തരായ മാനസിക അവസ്ഥകളോട് കൂടിയവരാണ്. പലർക്കും അറിയണമെന്നിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ. കർമ്മത്തിനധികാരി ജനങ്ങൾക്കു കർമ്മശാസ്ത്രങ്ങളുണ്ടു പലവിധം. പല ജാതികൾ പല ശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നു. കർമ്മത്തിൽ അധികാരിയായ ജനങ്ങൾക്ക് കർമ്മശാസ്ത്രങ്ങളുണ്ട്, സാങ്ഖ്യശാസ്ത്രങ്ങളുണ്ട്, യോഗശാസ്ത്രങ്ങളുണ്ട്. സംഖ്യയില്ലാതെ അങ്ങനെ പല ഈ ഓരോ ആളുകൾക്കും വേണ്ടി ഓരോ ശാസ്ത്രങ്ങൾ ഉണ്ട്. ഇതൊക്കെയാണ് ഈ അധികാരി ഭേദം എന്ന ഭാഗം കൊണ്ട് പ്രതിപാദിക്കുന്നത്. കണ്ടാലൊട്ടറിയുന്നു ചിലരിതു കണ്ടാലും തിരിയാ ചിലർക്കിതുമേ. കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടറിയുന്നിതു ചിലർ. മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിനു വിശേഷമുണ്ടോർക്കണം. പലർക്കും അറിയണമെന്നിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ. കർമ്മത്തിലധികാരി ജനങ്ങൾക്കു കർമ്മശാസ്ത്രങ്ങളുണ്ടു പലവിധം. സംഖ്യശാസ്ത്രങ്ങൾ യോഗങ്ങൾ എന്നിവ സംഖ്യയില്ലതു നിൽക്കട്ടെ സർവവും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവരും ഒരു 3 തവണയെങ്കിലും ഒരു ദിവസം ഹരേരാമ മന്ത്രം ജപിക്കണം. കാരണം ഹരേരാമ മന്ത്രം എന്ന് പറയുന്ന കലിയുഗത്തിന്റെ കഷ്ടതകളിലും ദുരിതങ്ങളിലും നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കലിസന്ധാരണ മന്ത്രമായി പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഒരു 3 തവണയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഹരേരാമ മന്ത്രം ജപിക്കണം. ഇത്രയും പറഞ്ഞ് നമുക്ക് ഇന്നിവിടെ ഈ അധ്യായം
സമാപിക്കും.